കഷ്ടം അമ്മ. ഇതുകൊണ്ടാ ഞാൻ ഈ ഗ്രാമത്തിൽ വരാത്തത് തന്നെ. ഇവിടെ ഫോണിനൊരു നെറ്റ്വർക്കും ഇല്ല. ഞാൻ കരുതിയത് ഈ ഗ്രാമത്തിൽ വന്ന് കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ടാക്കണമെന്നാ. ഇവിടെ ടവറും ഇല്ല. അതെ മോളെ, ഇവിടെ ദൂരത്തൊരു ടവറുണ്ട്, അത്രേ ഉള്ളൂ. ഒട്ടും വിഷമിക്കണ്ട. കുറച്ച് കഴിയുമ്പോ ഇവിടെ അടുത്തൊരു ടവർ വെക്കുന്നുണ്ട്. അപ്പൊ നിനക്ക് ഈ ബുദ്ധിമുട്ട് വരില്ല. അപ്പോഴേക്കും അവിടെ ചിറ്റ വരും. എന്റെ ചേട്ടത്തി സുഹാനെ വാ, ടെറസിൽ ഞാൻ ഭക്ഷണം വിളമ്പി വെച്ചേക്കാ, തണുത്തു പോകും. ടെറസിൽ എന്തിനാ? എന്റെ പൊന്നുമോളെ, ഗ്രാമത്തിലെ എല്ലാവരും കാറ്റൊക്കെ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ മുറ്റത്തിരുന്ന് കഴിക്കാന്ന് കരുതിയപ്പോ വെള്ളം നിറഞ്ഞിരിക്കുക. അപ്പൊ നമുക്ക് ടെറസിൽ പോയി തന്നെ കഴിക്കാം. തണുത്ത കാറ്റ് കിട്ടുമ്പോ ഭക്ഷണത്തിന് നല്ല രുചിയും കൂടും. ഈ മുറിയിലൊക്കെ ഇരുന്ന് ശ്വാസം മുട്ടൂന്നേ. പക്ഷെ അമ്മയ്ക്ക് അറിയാലോ, എനിക്ക് ടെറസിൽ പോയിരുന്ന് ആഹാരം കഴിക്കണ ഇഷ്ടമല്ല. എന്റെ പൊന്നുമോളെ, സ്വന്തം വീടായോണ്ട് കൊള്ളാം ഇതൊക്കെ. നീ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാ ഇതൊക്കെ അവിടെ നടക്കുവോ മോളെ? സ്വന്തം വീട്ടില് ചെറിയ ചെറിയ കാര്യത്തിന് ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ അവിടെ ചെല്ലുമ്പോ നീ എന്താകും? ഇനി എങ്ങനെ നിന്നെ കെട്ടിക്കൊണ്ട് പോണ സ്ഥലത്ത് ടെറസിലിരുന്ന് ഭക്ഷണം കഴിച്ചാലോ നീ എന്ത് ചെയ്യും? എന്റെ പൊന്നമ്മ, ഗ്രാമത്തിലുള്ളവരൊക്കെയല്ലേ ഇങ്ങനെ. ഞാൻ എന്തായാലും നഗരത്തിലുള്ള ഒരാളെ കല്യാണം കഴിക്കുള്ളൂ. ശരി ശരി, നീ ഇപ്പൊ വന്നൊന്ന് കഴിക്ക്. സുഹാനയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും ടെറസിൽ പോയിട്ട് എല്ലാവരുടെ കൂടെ ഭക്ഷണം കഴിക്കും. അങ്ങനെ കുറെ നാള് നീണ്ടുപോയി. സുഹാനയുടെ കോളേജ് പഠിത്തവും തീർന്നു. സുഹാനയുടെ അച്ഛനും അമ്മയും നഗരത്തിൽ തന്നെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. സുഹാന കിട്ടുന്നത് വിയോമിനെയാണ്. കല്യാണം കഴിഞ്ഞ ദിവസം വൈകുന്നേരം സുഹാന എല്ലാവർക്കും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ അവളെ നാത്തൂനും അമ്മായിയും അമ്മയും വിളിക്കാൻ തുടങ്ങും. മോളെ, ആഹാരം ആയെങ്കിൽ ഒന്ന് കൊണ്ടുവാ. ചേട്ടത്തി, സലാഡും കൂടെ കൊണ്ടുവരണേ. ശരി ശരി. സുഹാന ഭക്ഷണവും കൊണ്ട് നേരെ ഡൈനിങ് ടേബിളിൽ എത്തിയപ്പോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാരും എവിടെ പോയി? എല്ലാരും ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ വിളിക്കല്ലായിരുന്നോ? അപ്പോഴേക്കും അവളെ വീണ്ടും ഒരാള് വിളിക്കാൻ തുടങ്ങി. മോളെ, വിശന്നിട്ട് കുടല് കരിയുവാ, പെട്ടെന്ന് കൊണ്ടുവാ. അച്ഛാ, ഞാൻ ഭക്ഷണം കൊണ്ട് നിൽക്കുക. നിങ്ങളൊക്കെ എവിടെയാ? ഈ സിനിമയെ കാണുന്ന പോലെ നിങ്ങൾ ഇൻവിസിബിൾ ഒക്കെ ആയോ? എവിടെ പോയി കിടക്കുവാ? ഞങ്ങളെല്ലാരും ടെറസിലുണ്ട്. ഭക്ഷണം കൊണ്ടുവാ, നല്ല കാലാവസ്ഥയാണ്. ടെറസ് എന്ന് കേട്ടപ്പോ തന്നെ അവള് ഞെട്ടിപ്പോയി. അവൾ അങ്ങനെ ടെറസിലോട്ട് ഭക്ഷണം കൊണ്ടുപോയി. അവിടെ എല്ലാവരും കസേരയൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. ഡൈനിങ് ടേബിൾ തന്നെ സെറ്റായിരുന്നു അവിടെ. അമ്മേ, ഇതൊക്കെ എന്തുവാ? ആ മോളെ, ഞങ്ങൾക്ക് മഴക്കാലമാണെങ്കിലും ടെറസിൽ ഇരുന്ന് കഴിക്കുന്ന ഇഷ്ടം. അതുകൊണ്ടാ ഡൈനിങ് ടേബിൾ തന്നെ ഇവിടെ അങ്ങ് സെറ്റാക്കി. മഴ പെയ്താൽ ഞങ്ങളിതാ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കും. ടെറസിലേക്ക് തന്നെ ഭക്ഷണം കൊണ്ടുവാ. അയ്യോ, എന്തു കഷ്ടമായത്. അങ്ങനെ അവൾ ടെറസിലേക്ക് എല്ലാ ഭക്ഷണവും കൊണ്ടുവരും. കുറച്ചേരം കഴിയുമ്പോൾ നല്ല കാറ്റോടെ മഴ പെയ്യാൻ തുടങ്ങി അവിടെ. ആഹാ, നല്ല മഴയുണ്ടല്ലോ. നല്ല മഴയത്ത് ചൂട് ചൂട് ഭക്ഷണം. ആ മോള് പക്കോട ഉണ്ടായിട്ടുണ്ട്, എന്നാൽ പൊളിക്കും. ചേട്ടത്തിയും കൂടെ വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ടെറസിലോ? അതും മഴയത്തോ? വേണ്ട വേണ്ട വേണ്ട. ഇത് നീ വേണ്ടാന്ന് പറയരുത്, ഇത് ഇവിടുത്തെ പാരമ്പര്യമാണ്. അങ്ങനെ സുഹാനെ അവിടെ തന്നെ ഇരുന്നു. കാറ്റ് കാരണം നല്ല രീതിയിൽ ടാർപോളിനെ അനങ്ങുന്നുണ്ടായിരുന്നു. മഴത്തുള്ളികൾ ഭക്ഷണത്തിലും ഉണ്ടായിരുന്നു. അങ്ങനെ നാത്തൂൻ ഒരു പക്കോട എടുക്കാൻ വേണ്ടി പോയപ്പോ നല്ല കാറ്റ് കാരണം അവളുടെ കയ്യിൽ നിന്ന് ആ പക്കോട നേരെ സുഹാനയുടെ സാരിയിൽ വീണു. ഓ നോ, സാരിയിൽ വീണല്ലേ, സോറി കാറ്റ്. മോള് വിഷമിക്കേണ്ട, നല്ലതാ. അപ്പോഴേക്കും മഴത്തുള്ളി അവളുടെ നെറ്റിയിലേക്ക് വീണു. എന്റെ ദൈവമേ, ഇതൊക്കെ എന്തുവാ? മോളെ വിഷമിക്കേണ്ട, പ്രകൃതി ഭംഗി ആസ്വദിക്കുക. ഇതെല്ലാം വൈറ്റമിൻ ഡി ആണ്, അതുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ. കഴിച്ചോണ്ടിരുന്നപ്പോ സുഹാനയ്ക്ക് തോന്നിയത് അവളേതോ അഡ്വഞ്ചറസ് ട്രിപ്പിന് വന്നതുപോലെയായിരുന്നു. അവള് കഴിച്ചോണ്ടിരുന്ന പക്കോടയിലും വെള്ളം, കറിയിലും വെള്ളമായിരുന്നു. ആ മോളെ, നീ ഒരു കാര്യം ചെയ്യ്, പച്ചമുളക് ഒന്ന് എടുത്തിട്ട് വാട്ടോ. സുഹാന താഴെ പോയിട്ട് പച്ചമുളകും എടുത്ത് നേരെ ടെറസിലോട്ട് പോകും. അങ്ങനെ അവൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി താഴെയും മേളിലുമായിട്ട് ഇറങ്ങി കയറേണ്ടി വന്നു. ഇതിപ്പോ ഒരു ശീലമായി. മഴ പെയ്തു എന്ന എല്ലാവരും ടെറസിന്റെ മേളിൽ തന്നെ ഭക്ഷണം കഴിക്കും. സുഹാനയ്ക്കാണെങ്കിൽ ഇതെല്ലാം കൊണ്ട് വയ്യാണ്ടായി പോയി. ഒരു ദിവസം അവളുടെ കാലിൽ വെള്ളമുണ്ടായിരുന്നോണ്ട് തന്നെ തെന്നിയടിച്ച് തറയിലോട്ട് വീഴും. മോളെ നോക്കി നടക്കണ്ടേ നീ? അമ്മ, നിങ്ങൾക്കെല്ലാം ടെറസിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണതാണ് ഇഷ്ടമെങ്കിൽ ഒരു അടുക്കള മേളിൽ കെട്ട്. മഴ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരാം. അങ്ങനെ സുഹാന പറഞ്ഞത് കൊണ്ട് തന്നെ ടെറസിലും ഒരു അടുക്കള സെറ്റാക്കി. 2 ദിവസം കഴിഞ്ഞപ്പോ കാലാവസ്ഥയൊക്കെ മാറി. അയ്യോ, വീണ്ടും പണിയാ. അങ്ങനെ സുഹാന ടെറസിൽ കെട്ടിയ അടുക്കളയിൽ തന്നെ ആഹാരം ഉണ്ടാക്കാൻ തുടങ്ങി.
നല്ല മഴയും കാറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് പൊടിയൊക്കെ അവളുടെ കണ്ണിൽ തന്നെ വീഴാൻ തുടങ്ങി. കാറ്റ് കാരണം ഗ്യാസും അണയാൻ തുടങ്ങി. അയ്യോ, വീണ്ടും ഗ്യാസ് അണഞ്ഞു പോയല്ലോ. എങ്ങനെയാ ഭക്ഷണം ഉണ്ടാക്കുക? എങ്ങനെയൊക്കെയാണ് അവള് ഭക്ഷണം ഉണ്ടാക്കുന്നത് എല്ലാവർക്കും വേണ്ടി? ചിലപ്പോ നല്ല കൊടുങ്കാറ്റായിരിക്കും, ചിലപ്പോ നല്ല മഴത്തുള്ളികളായിരിക്കും, ചിലപ്പോ ഗ്യാസ് തന്നെ അണഞ്ഞു പോവും. അതുകൊണ്ട് അവള് ഭക്ഷണം ഉണ്ടാക്കാൻ ലേറ്റ് ആകും. അതിനവളെ എല്ലാരും വഴക്കും പറയും. എന്തുവാ ചേട്ടത്തി, ഞാൻ കോളേജിൽ പോകാൻ ലേറ്റ് ആവുന്നു. മഴയത്ത് ഓട്ടോ പോലും കിട്ടത്തില്ല എനിക്ക്. ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റായി, വഴിയിലാണെങ്കിൽ ബ്ലോക്കും ഉണ്ട്. ഞാൻ പോവാ. നീ പറയുന്നതൊക്കെ കേട്ടോണ്ടിരുന്നാ എനിക്ക് പ്രാന്ത് പിടിക്കും. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. ഒരു കാര്യം ചെയ്യാം, നേരത്തെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കാം. അടുത്ത ദിവസം തൊട്ട് വെതർ റിപ്പോർട്ട് നോക്കി അവൾ നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി വെക്കും. പക്ഷെ ഭക്ഷണമാണെങ്കിൽ ചൂടാറിപ്പോവും. മഴയത്ത് ചൂടുഭക്ഷണം കിട്ടാത്തോണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായി. അതെ, പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്കണമെന്നാ പറഞ്ഞേ. അതിന്റെ അർത്ഥം തണുത്ത ഭക്ഷണം തരണമെന്നല്ല. മഴയുടെ ആ രസം അങ്ങ് പോയി. അടുത്ത പ്രാവശ്യം മഴയത്ത് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ചൂടുള്ളത് തന്നെ നീ തരണം. അടുത്ത ദിവസം തൊട്ട് അവൾ അത് തന്നെ ചെയ്യും. ഒരു ദിവസം ടെറസിൽ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ മണ്ണ് ചവയ്ക്കുകയും ചെയ്തു. അപ്പോഴേക്കും, ചേട്ടത്തി, ഇതെന്തോ ഭക്ഷണം? ഇതെന്താ മണ്ണ് കടിക്കുന്നുണ്ടല്ലോ ഇതില്? എന്റെ പൊന്നു നാത്തൂനെ, മഴയത്ത് കാറ്റത്ത് ഭക്ഷണം കഴിച്ചാൽ മണ്ണ് വരാതിരിക്കോ? ഇത് പരിപ്പാണോ വെള്ളമാണോ? ഞാൻ പരിപ്പ് കറി തന്നെ ഉണ്ടാക്കിയത്. മഴ നേരെയല്ലല്ലോ പെയ്യുന്നേ, അപ്പൊ ഇതിന്റെ അകത്ത് വീണ് കാണും. അവരെന്നും ഭക്ഷണം ഇതുപോലെ തന്നെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാതെ ആയി. മഴയത്ത് തൈര് കൂട്ടി ഭക്ഷണം കഴിച്ചപ്പോൾ ചിലവർക്ക് പനി പിടിച്ചു, ചിലവർക്ക് തുമ്മലും പിടിച്ചു. ഇപ്പൊ അവർക്ക് മഴയത്ത് ടെറസിൽ ഭക്ഷണം കഴിക്കുന്നത് ഇഷ്ടമല്ലാണ്ടായി തുടങ്ങി. അങ്ങനെ അവരുടെ ആ ശീലം മാറി. അതിനുശേഷം എല്ലാവരും ഡൈനിങ് ടേബിളിൽ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മമത വിവാഹം കഴിച്ചു പോയ ഗ്രാമത്തിൽ അതിന്റെ നടുവിൽ വളരെ വൃത്തിഹീനമായ ഒരു കുളമുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് അവൾ തന്റെ ഭർത്താവിന്റെ വീട്ടിലെത്തിയപ്പോൾ വീടിന് പുറത്തു വെച്ച് തന്നെ അവൾക്ക് ഛർദ്ദിക്കാൻ തോന്നി തുടങ്ങി. അരേ, ഇതെന്ത് പറ്റി മരുമോളെ? സുഖമില്ലേ? അമ്മായിയമ്മേ, ഇവിടെ ഒരുപാട് ദുർഗന്ധം വരുന്നു. രാകേഷിന്റെ അമ്മ അവരുടെ ഗൃഹപ്രവേശനം നടത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നു. മരുമോളെ, നീ വിശ്രമിക്കൂ. അടുക്കളയിലെ ചടങ്ങുകൾ പിന്നീട് ചെയ്യാം. ശരി അമ്മായിയമ്മേ. മമതയെ അവളുടെ അമ്മായി മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാകേഷ് ഇതുവരെ അമ്മയോടൊപ്പം മാത്രമാണ് താമസിച്ചിരുന്നത്. മമത വന്നതോടുകൂടി വീട്ടിൽ 3 പേരായി. മമത ഗ്രാമത്തിലെ ഒരു സാധാരണ കൃഷിക്കാരന്റെ മകളായിരുന്നു. രാകേഷ് കഠിനാധ്വാനം ചെയ്താണ് കുടുംബം നോക്കിയിരുന്നത്. പതിയെ പതിയെ രാത്രിയായി. മരുമോളെ, രാത്രിയായി. ഇന്ന് നിന്റെ ആദ്യത്തെ അടുക്കള ചടങ്ങാണ്. നിനക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല താങ്കളെപ്പോലെ ഇത്രയും നല്ല അമ്മായിയമ്മ ലോകത്തിലുണ്ടാകുമെന്ന്. എന്റെ അമ്മ ഒരു അമ്മയായതുകൊണ്ട് മാത്രമാണ് നല്ലവൾ. എന്നു മുതൽ അമ്മായിയാകാൻ തുടങ്ങുന്നത് അന്നു മുതൽ മോശക്കാരിയായി മാറും. എനിക്ക് അമ്മായിയമ്മ ആകണ്ട, അമ്മയായി ഇരുന്നാൽ മതി. മമത അടുക്കളയിലേക്ക് പോയപ്പോൾ ജനലിലൂടെ ആ മലിനമായ കുളം കണ്ടു. ഛേ, ഈ ഗ്രാമവാസികൾ സ്വന്തം കുളം എത്ര വൃത്തികേടായാണ് സൂക്ഷിക്കുന്നത്. ഞാൻ ഈ ജനൽ അടയ്ക്കാം, അല്ലെങ്കിൽ ഈ ദുർഗന്ധത്തിൽ എനിക്ക് പാചകം ചെയ്യാൻ കഴിയില്ല. മമത ജനൽ അടച്ചതിനു ശേഷം ആഹാരമുണ്ടാക്കി. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി. ആഹാരം നീ വളരെ സ്വാദിഷ്ടമായാണ് ഉണ്ടാക്കിയത്. അപ്പോഴേക്കും പുറത്തുനിന്ന് കുറച്ചുപേരുടെ ശബ്ദം കേട്ടു. നീയാണ് 1-ാം നമ്പർ മണ്ടൻ. കുളം മലിനമാക്കിയത് നീയാണ്. നിന്റെ ആളായിരിക്കും മണ്ടൻ. അയാൾ മദ്യപിച്ച് വീട്ടിൽ വന്ന് കുളത്തിൽ ഛർദ്ദിക്കും. നിന്റെ ആളാണ് ഈ കുളം മുഴുവൻ വൃത്തിയേടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മായിയമ്മേ, ഗ്രാമവാസികൾ അടികൂടുകയാണെന്ന് തോന്നുന്നു. മമത, ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ആഹാരം ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകാൻ പാടില്ല. ആദ്യം ആഹാരം കഴിക്കാം. അവരുടെ പോരാട്ടം 2 മണിക്കൂർ നീണ്ടു നിൽക്കും. അവർ 3 പേരും ആഹാരം കഴിച്ചതിന് ശേഷം പുറത്തേക്കിറങ്ങി. എല്ലാ ഗ്രാമവാസികളും രാത്രിയിൽ കുളത്തിനടുത്ത് നിന്ന് അടികൂടുകയായിരുന്നു. എന്തിനാ ഈ രാത്രിയിൽ നിങ്ങൾ ഇങ്ങനെ അടികൂടുന്നത്? അപ്പോൾ അതിലൊരാൾ കല്ലെടുത്ത് കുളത്തിലേക്ക് ശക്തമായി എറിഞ്ഞു. അതിനാൽ കുളത്തിലെ ചെളി മുഴുവൻ രാകേഷിന്റെ അമ്മയുടെ മുഖത്തേക്ക് വീണു. എന്ത് ധിക്കാരം ഇത്! ചെളി എന്റെ അമ്മയുടെ മുഖത്താ തെറിച്ചത്. നീ എന്തിനാ ഈ രാത്രി അടികൂടുന്നത് രാകേഷ്? നീ നാളെ രാവിലെ വന്ന് അടികൂടിക്കോ. രാത്രി ആവുമ്പോഴേക്കും ഗ്രാമവാസികളെല്ലാം ദിവസം മുഴുവനുള്ള ചപ്പുചവറുകൾ കുളത്തിലേക്ക് എറിയുന്നു. അടി കൂടിയിട്ട് എന്താണ് കാര്യം? നമ്മൾ എല്ലാവരും ചേർന്നാ ഈ കുളം വൃത്തികേടാക്കിയത്. അപ്പോൾ നാളെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ കുളം വൃത്തിയാക്കാം. നിന്നെ പോലെ നമ്മൾ വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്നവരല്ല. നമുക്ക് എല്ലാവർക്കും ജോലിയുള്ളവരാ. നിനക്ക് ജോലി കിട്ടുമ്പോഴൊക്കെ നീ അത് ചെയ്യും. അല്ലെങ്കിൽ മാസങ്ങളോളം നീ വെറുതെ വീട്ടിലിരിക്കും. നിങ്ങളുടെ സംസാരം കുറച്ച് അതിരുവിട്ടു പോകുന്നു. രാകേഷ് ജി, ഇവരോട് തർക്കിച്ചിട്ട് ഒരു കാര്യവുമില്ല. വരൂ, അകത്തേക്ക് പോകാം. മമത എല്ലാവരെയും കൂട്ടി വീട്ടിലേക്ക് പോയി. അമ്മായിയമ്മ മുഖം കഴുകിയതിനു ശേഷം 3 പേരും കിടന്നുറങ്ങി. അടുത്ത ദിവസം രാകേഷ് ചായയും പ്രഭാത ഭക്ഷണവും കഴിച്ച് ജോലിക്ക് പോയി. വൈകുന്നേരം അവരുടെ വീട്ടിൽ കുറച്ച് സ്ത്രീകൾ വന്നു. ഇവിടെ പച്ചക്കറി എന്തേലും ഇരിപ്പുണ്ടോ? മരുമോളെ, പച്ചക്കറികൾ ബാക്കിയുണ്ടോ എന്ന് നോക്കൂ. കുറച്ച് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ, അത് കൊണ്ടുവരാം.
മമത ഉരുളക്കിഴങ്ങ് കൊണ്ടുവന്ന് അവർക്ക് കൊടുത്തു. അവളുടെ അമ്മായിയമ്മ അവരോട് ചോദിച്ചു, ഇന്ന് ആദ്യമായിട്ടാണ് ഒരാൾ പച്ചക്കറി ആവശ്യപ്പെടുന്നത് ഞാൻ കാണുന്നത്. ഇന്ന് പച്ചക്കറി കടക്കാരൻ വന്നില്ലേ? ഇന്നും വന്നില്ല, ഇന്നലെയും വന്നില്ല. അറിയില്ല എന്തുകൊണ്ടാണ് പച്ചക്കറി കച്ചവടക്കാരൻ വരാത്തതെന്ന്. നമുക്ക് മാർക്കറ്റിൽ പോകാനും കഴിയില്ല. മാർക്കറ്റ് കുളത്തിന്റെ അപ്പുറത്താണ്. ഈ കുളം കടക്കുക എന്നത് മിക്കവാറും അസാധ്യമാണ്. നീ പറഞ്ഞത് ശരിയാണ്. ആ സ്ത്രീ പച്ചക്കറിയും കൊണ്ടുപോയി. രാത്രി രാകേഷ് വീട്ടിലെത്തിയപ്പോൾ അവരുടെ വീട്ടിലും പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല. മോനെ, ഇന്ന് പച്ചക്കറി കച്ചവടക്കാരനും വന്നില്ല. കുറച്ച് ഉരുളക്കിഴങ്ങുണ്ടായിരുന്നത് അയൽക്കാരി വന്ന് വാങ്ങിച്ചുകൊണ്ടുപോയി. ആ പച്ചക്കറി കച്ചവടക്കാരനെ നീ എവിടേലും വെച്ച് കണ്ടോ? ഇല്ലമ്മേ, ഞാൻ അവനെ ഒരിടത്തും കണ്ടില്ല. നാളെ അന്വേഷിക്കാം. ഇന്ന് പരിപ്പ് കറിയുണ്ടല്ലോ. അങ്ങനെ 3-4 ദിവസങ്ങൾ കടന്നുപോയി. പച്ചക്കറി കച്ചവടക്കാരൻ വന്നില്ല. ആളുകളുടെ കയ്യിൽ പച്ചക്കറികളൊന്നും ബാക്കിയില്ല. ഗ്രാമവാസികളെ, ഒരാഴ്ചയായി പച്ചക്കറികളോ ഉള്ളിയോ കഴിച്ചിട്ടില്ല. ഈ പച്ചക്കറിക്കാരൻ എവിടെയാ പോയിരിക്കുന്നതെന്നറിയോ? അങ്ങ് പറയുന്നത് ശരിയാണ് അമ്മാവ. പച്ചക്കറി ഇല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? അവൻ വരാത്തത് ഈ നാറ്റം കാരണമാണെന്നാ എനിക്ക് തോന്നുന്നത്. രാകേഷ് ഇത് പറയുമ്പോഴേക്കും പച്ചക്കറി കച്ചവടക്കാരൻ ഗോലു തന്റെ വണ്ടിയുമായി അവിടേക്ക് വന്നു. പച്ചക്കറി കച്ചവടക്കാരൻ വന്നു, നല്ല ഫ്രഷായ പച്ചക്കറികൾ വാങ്ങൂ. നോക്കൂ, അവൻ വന്നു. പച്ചക്കറിക്കാരൻ വന്നു. ഗ്രാമവാസികളെ, പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിക്കൂ. ഗ്രാമവാസികളെല്ലാം ഒരുമിച്ച് അയാളുടെ വണ്ടിയിൽ ചാടി വീണു. അതിനാൽ അവന്റെ പച്ചക്കറി നിറഞ്ഞ വണ്ടി ആ കുളത്തിലേക്ക് വീണു. അവന്റെ എല്ലാ പച്ചക്കറിയും നാശമായി. നിങ്ങൾ എല്ലാവരും കൂടെ എന്റെ എല്ലാ പച്ചക്കറികളും നാശമാക്കി. ഇനി ഒരിക്കലും ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വരില്ല. നിങ്ങളുടെ ഈ വൃത്തികെട്ട കുളം കാരണമാ എനിക്ക് ഈ അസുഖം ബാധിച്ചത്. അതുകൊണ്ടാ വരാൻ കഴിയാത്തത്. ഇപ്പോൾ ഞാൻ വിചാരിച്ചത് നിങ്ങളുടെ കുളമൊക്കെ ഇപ്പൊ വൃത്തിയായി കാണുമെന്നാണ്. പക്ഷെ പട്ടിയുടെ വാൽ ഒരിക്കലും നേരെയാകില്ല. നീ ഇതെന്താ പറയുന്നത്? ഞാൻ പറയുന്നത് വളരെ ശരിയാണെങ്കിൽ ഇന്ന് വരെ നിങ്ങളുടേതുപോലെ വൃത്തിഹീനമായ ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനല്ലാതെ വേറെ ആരും ഇങ്ങോട്ടേക്ക് വരാത്തതും. ഇനി ഞാനും വരുന്നില്ല. നിങ്ങൾ പച്ചക്കറി കഴിക്കാൻ കൊതിക്കും. ഇത്രയും പറഞ്ഞ് ആ പച്ചക്കറി കച്ചവടക്കാരൻ അവിടെ നിന്ന് പോയി. എല്ലാ ഗ്രാമവാസികളും വിഷമത്തിലായി. ഇന്നു മുതൽ പച്ചക്കറി കഴിക്കുന്നത് ഉപേക്ഷിക്കാൻ. അവൻ ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും. 2 ആഴ്ച കഴിയുമ്പോൾ അവനെ ഇവിടെ കാണാം. 3 മാസം കഴിഞ്ഞു. ആ പച്ചക്കറിക്കാരൻ അവിടെ എത്തി നോക്കാൻ പോലും വന്നില്ല. ഗ്രാമം മുഴുവൻ പച്ചക്കറിക്ക് വേണ്ടി കൊതിച്ചു തുടങ്ങി. മമത, അമ്മേ, ചൂട് കാരണം എന്റെ ജോലി കുറച്ചു മാസത്തേക്ക് നിർത്തിയിരിക്കുകയാണ്. ഇതിനെയാണ് പ്രശ്നങ്ങൾക്ക് മീതെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. വെറുതെ ചിന്തിച്ചിട്ട് എന്ത് കാര്യം അമ്മായിയമ്മേ? പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും. കുറച്ച് അധ്വാനിച്ചാൽ ഇവിടെ തന്നെ ഒരു ഓഫീസർ ഉണ്ടാകും. മമത, എനിക്കൊന്നും മനസ്സിലായില്ല. നീ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ചിലത് ആലോചിച്ചു വച്ചിട്ടുണ്ട്. അതിനു മുമ്പ് എനിക്ക് എന്റെ അച്ഛനോട് സംസാരിക്കേണ്ടി വരും. നാളെ നമുക്കൊന്ന് എന്റെ വീട്ടിലേക്ക് പോകണം. എന്നാൽ മരുമോളെ, നീ എന്താണ് ചിന്തിക്കുന്നത് എന്നെങ്കിലും പറയൂ. അത് നിങ്ങൾക്ക് നാളെ മനസ്സിലാകും. ശരി. അടുത്ത ദിവസം മമത ഭർത്താവിനൊപ്പം തന്റെ അച്ഛനെ കാണാനെത്തി. മമത എല്ലാ പ്രശ്നങ്ങളും തന്റെ അച്ഛനോട് പറഞ്ഞു. പ്രശ്നം വളരെ വലുതാണ് മോളെ. എന്നാൽ ഞാൻ ഇതിൽ എന്താണ് ചെയ്യേണ്ടത് മോളെ? അച്ഛൻ വളരെ പഴയ കൃഷിക്കാരനാണ്. താങ്കൾക്ക് കൃഷിയെക്കുറിച്ച് എല്ലാം അറിയാം. എന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ള വൃത്തികെട്ട കുളം വൃത്തിയാക്കി അതിൽ പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ കഴിയും. പക്ഷെ വളരെയധികം പരിശ്രമിക്കേണ്ടതായി വരും. നിനക്കിപ്പോൾ അവിടെ പച്ചക്കറി കൃഷി ചെയ്യേണ്ട ആവശ്യം എന്താണ്? നിനക്ക് ആവശ്യമുള്ള പച്ചക്കറി ഇവിടെ നിന്ന് കൊണ്ടുവയ്ക്കോ? അച്ഛ, കാര്യം പച്ചക്കറിയുടെ മാത്രമല്ല. ഇത് നടന്നു കഴിഞ്ഞാൽ 3 പ്രയോജനങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തേത്, ആ കുളം വൃത്തിയാകും. ഇതിനാൽ ഗ്രാമത്തിലെ അടിയും വഴക്കും ഒക്കെ ഇല്ലാതാകും. രണ്ടാമത്തെ പ്രയോജനം, ആളുകൾക്ക് എളുപ്പത്തിൽ ഫ്രഷ് പച്ചക്കറി ലഭിക്കും. മൂന്നാമത്തേത്, രാകേഷ്ജിക്ക് ഗ്രാമത്തിന് പുറത്തുപോയി കൂലിവേല ചെയ്യേണ്ടി വരില്ല. എന്ത് നല്ല കാര്യമാണ്. നീ എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിച്ചുവല്ലോ. ആ കുളം നല്ലതുപോലെ വൃത്തിയാക്കേണ്ടി വരും. എന്നിട്ട് അതിൽ ഒരുപാട് കെമിക്കൽസ് വിടേണ്ടി വരും. വളവ് വിടേണ്ടി വരും. 8-10 തവണ നല്ലതുപോലെ കിളക്കേണ്ടിയും വരും. അപ്പോഴേ ആ ഭൂമിയിൽ പച്ചക്കറിയുടെ കൃഷി ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് ഞാനും വരേണ്ടി വരും. ഗ്രാമത്തിലെ കുറച്ച് പയ്യന്മാരെ കൂടി കൊണ്ടുപോകേണ്ടിയും വരും. ശരി അച്ഛാ, നാളെ അച്ഛൻ എല്ലാ സാധനങ്ങളും പയ്യന്മാരുമായി വീട്ടിലേക്ക് വരൂ. അടുത്ത ദിവസം മമത രാകേഷിനും അച്ഛനും പയ്യന്മാരോടുമൊപ്പം കുളം വൃത്തിയാക്കാൻ തുടങ്ങി. ഗ്രാമവാസികൾ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മമത ഒന്നും തന്നെ പറഞ്ഞില്ല. കുളം വൃത്തിയാക്കാൻ ഒരാഴ്ച എടുത്തു. അതിനുശേഷം അതിലെ എല്ലാ മലിനജലവും മാറ്റി ഒരുപാട് മണ്ണ് കൊണ്ടിട്ടു. മമത, ഇപ്പോൾ നിനക്കിതിൽ പച്ചക്കറി കൃഷി നടത്തുവാൻ കഴിയും. ഞാൻ നിനക്ക് എല്ലാ വിത്തുകളും തരാം. അവളുടെ അച്ഛൻ എല്ലാ പച്ചക്കറികളുടെയും വിത്ത് നൽകിയിട്ട് പോയി. മമത വിത്തുകൾ വിതച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഒരുപാട് പച്ചക്കറികൾ വളർന്നു. ഗ്രാമവാസികൾക്ക് സന്തോഷമായി. ഇത് നമ്മുടെ ഗ്രാമമാണെന്ന് തോന്നുന്നില്ല. നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. സാരമില്ല അമ്മായി, നമ്മൾ ഇപ്പോൾ പച്ചക്കറിയുടെ ബിസിനസ് തുടങ്ങി. എത്ര പച്ചക്കറി വേണോ 24 മണിക്കൂറും ലഭിക്കും. അതും ഫ്രഷായി. അതിനുശേഷം ഗ്രാമം വൃത്തിയായി മാറി. മമതയുടെയും രാകേഷിന്റെയും ദാരിദ്ര്യം എന്നേക്കുമായി അവസാനിച്ചു.